ഇനി നമ്മൾ രാഗിനിലേക്ക് പോവുകയാണ്. രാഗിൻ ഇപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ് ഉള്ളത്. നേരത്തെ എറണാകുളത്ത് നിന്നുള്ള വിശേഷങ്ങൾ പ്രദീപ് ജോസഫ് പങ്കുവച്ചിരുന്നു. രാഗിനിലേക്ക് പോകുമ്പോൾ രാഗിൻ ഇപ്പോൾ ഏത് പ്രദേശത്താണുള്ളത്? അവിടെയുള്ള തെരഞ്ഞെടുപ്പിൻ്റെ അവസാനത്തെ കാഴ്ചകൾ. എറണാകുളം ജില്ലയിലെ പൊതുവികാരം നോക്കിക്കഴിഞ്ഞാൽ UDFന് മേൽക്കൈയുള്ള ജില്ലയാണ്. അതേസമയം കോർപ്പറേഷൻ ഉൾപ്പെടെ കൈവിട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. പല ഇടങ്ങളിലും തിരികെ പിടിക്കാം എന്ന ആത്മവിശ്വാസം, കൈവിട്ടു പോയ സ്ഥലങ്ങളൊക്കെ തിരികെ പിടിക്കാമെന്ന് ഇരു മുന്നണികളും പറയുന്നു. BJP പുതിയൊരു ശക്തിയായി കൂടുതൽ ശക്തി ആർജിക്കുമെന്ന അവകാശവാദം നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2020യുടെ സാന്നിധ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. V4 കൊച്ചി മത്സരരംഗത്തില്ല. പ്രധാനപ്പെട്ട മുന്നണികളുടെയും സ്വതന്ത്രരുടെയും പിന്നെ വിമത ശബ്ദം ഉയർത്തുന്ന ആളുകളിലേക്ക് തന്നെ ശേഷി എത്രത്തോളമുണ്ട് തോൽപ്പിക്കാനും ഔട്ട് പിടിക്കാനും ജയിക്കാനുമുള്ളതടക്കം? കൊട്ടിക്കലാശത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. എറണാകുളം അത്യന്തം ആവേശകരമായിട്ടുള്ള പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ അവസാന ലാപ്പാകുമ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം കൊച്ചി കോർപ്പറേഷൻ ഇത്തവണ എങ്ങോട്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. LDFനെ സംബന്ധിച്ചിടത്തോളം ഭരണ തുടർച്ച അവർ ഉറപ്പിക്കുന്നു. UDFനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു വരാൻ കഴിയുമെന്ന പ്രതീക്ഷ അവർ വച്ചു പുലർത്തുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം NDയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സീറ്റ് നേടി മുന്നോട്ട് വരാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലുമാണ് അവർ. അതുകൊണ്ട് കോർപ്പറേഷൻ ഭരണം ആർക്കൊപ്പം ആണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി അവശേഷിക്കുന്നത്. UDFനെ സംബന്ധിച്ചിടത്തോളം പലയിടങ്ങളിലും റിബൽ പ്രശ്നങ്ങൾ UDFനെ അലട്ടുന്നുണ്ട്. UDFന് സ്വാധീനമുള്ള അല്ലെങ്കിൽ UDFന് മേൽക്കൈയുള്ള ഇടങ്ങളിൽ പോലും ചില പ്രശ്നങ്ങൾ, അത്തരത്തിൽ റിബൽ പ്രശ്നങ്ങൾ UDFനെ അലട്ടുന്നു. പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ അതിജീവിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് UDF ഉള്ളത്. LDFനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും പ്രധാനമായും ഉയർത്തിയ വിഷയങ്ങൾ എന്ന് പറയുന്നത് വികസന വിഷയങ്ങളാണ്. പ്രധാനമായും തുരുത്തി ഫ്ലാറ്റ്, അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പദ്ധതികൾ, ജനകീയമായിട്ടുള്ള പദ്ധതികൾ അവർ കൊണ്ടുവന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് പ്രധാനമായും തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി ഉയർത്തിയിരിക്കുന്നത്. NDയെ സംബന്ധിച്ചിടത്തോളം 5 സീറ്റാണ് കോർപ്പറേഷനിൽ NDAക്കുള്ളത്. അതൊരു 10 ആക്കിയെങ്കിലും ഉയർത്താൻ കഴിയും എന്നതാണ് NDAയുടെ ആത്മവിശ്വാസവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. അത്തരത്തിലുള്ള സജീവ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ UDFനായിരുന്നു മേൽക്കൈ, UDFനായിരുന്നു അത്തരത്തിൽ മുന്നോട്ട് പോയത്. പക്ഷേ പലയിടങ്ങളിൽ അല്ലെങ്കിൽ കടമക്കുടിയിലടക്കം നേരിട്ട ചില ചെറിയ തിരിച്ചടികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തിരിച്ചടികൾ, അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ UDFനെ അലട്ടുന്നുണ്ട്. എന്നാൽ പോലും അതൊക്കെ അതിജീവിച്ച് മുന്നോട്ട് വരാൻ കഴിയുമെന്ന് UDF പ്രതീക്ഷ വയ്ക്കുന്നു. LDFും അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് LDFും മുന്നോട്ട് നീക്കുന്നത്, ജില്ലാ പഞ്ചായത്തിലടക്കം. അതോടൊപ്പം മുനിസിപ്പാലിറ്റികളിലെ അടക്കമുള്ള കാര്യങ്ങളിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എന്തായാലും അത്തരത്തിൽ അത്യന്തം ആവശ്യകരമായിട്ടുള്ള കാര്യങ്ങൾ എത്തുന്നു. അതോടൊപ്പം പഞ്ചായത്തുകൾ ഇപ്രാവശ്യം പ്രധാനമായും UDF ആണെങ്കിലും LDF ആണെങ്കിലും കൂടുതൽ പഞ്ചായത്തിലേക്ക് കടന്നു കയറാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അവർ വച്ചു പുലർത്തുന്നത്. എറണാകുളം ജില്ലയിൽ നോക്കുകയാണെങ്കിൽ പല പഞ്ചായത്തുകളിലും 1 സീറ്റ് അല്ലെങ്കിൽ 2 സീറ്റൊക്കെയാണ് ഭൂരിപക്ഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിൽക്കുന്നത്. പലയിടങ്ങളിലും തുല്യതയൊക്കെ അടക്കമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ചിട്ടയായ പ്രവർത്തനങ്ങളോടുകൂടി മുന്നിൽ വരാൻ കഴിയുമെന്ന ആത്മവിശ്വാസം LDF പുലർത്തുമ്പോൾ തങ്ങൾക്ക് പരമ്പരാഗതമായി സ്വാധീനമുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തറവാട് എന്ന് കോൺഗ്രസ് തന്നെ വിശേഷിപ്പിക്കുന്ന ജില്ല, അവിടെ വലിയ മെച്ചപ്പെട്ട മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയും. എറണാകുളത്ത് നിന്ന് UDFന്റെ തേരോട്ടം തുടങ്ങും എന്നതാണ് UDF ക്യാമ്പ് വയ്ക്കുന്നത്. അപ്പോഴും മധ്യകേരളത്തിലടക്കം തൊട്ടടുത്ത ജില്ലയായ ആലപ്പുഴയുടെ തിരഞ്ഞെടുപ്പിന്റെ ഈ പോരാട്ടം, ഒരു മാസക്കാലത്തെ മുന്നണികളുടെ പ്രതീക്ഷകൾ, അത് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം ഉച്ചസ്ഥായിലേക്ക് തിരഞ്ഞെടുപ്പ് പ്രചരണം പോകുന്നുണ്ട്? എന്തൊക്കെയാണ് ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് മുന്നണികൾ പ്രചരണ ആയുധമാക്കിയത്, പ്രചരണ രംഗത്ത് വിഷയമാക്കിയത്? എറണാകുളത്തോട് ചേർന്ന് കിടക്കുന്ന ആലപ്പുഴയിലും അത്യന്തം ആവേശകരമായ തന്നെയാണ് പോരാട്ടങ്ങൾ. അതിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നോക്കുമ്പോൾ LDFന് വലിയ മുന്നേറ്റം സമ്മാനിച്ച, എറണാകുളം പോലെയല്ല, LDFന് വലിയ മുന്നേറ്റം സമ്മാനിച്ച ഒരു ജില്ലയാണ് ആലപ്പുഴ. ആ ആലപ്പുഴയിൽ അത് തുടരാൻ കഴിയുമെന്നാണ് LDFന്റെ ആത്മവിശ്വാസം. എന്നാൽ കൂടുതൽ പഞ്ചായത്തുകളിലേക്ക് കടന്നു കയറാൻ കഴിയുമെന്ന് UDF പ്രതീക്ഷ വയ്ക്കുന്നു. അവിടെ 73 പഞ്ചായത്തിൽ നിലവിൽ 50 ഇടത്താണ് LDF ഭരിക്കുന്നത്. അതോടൊപ്പം 23 ഇടത്ത് UDF. അപ്പോൾ കൂടുതൽ പഞ്ചായത്തുകളിലേക്ക് എത്താൻ കഴിയുമെന്ന് UDF ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. അതിനുള്ള കാരണമെന്ന് പറയുന്നത് UDF ക്യാമ്പ് പറയുന്നത്, ഒന്ന്, റിബൽ അല്ലെങ്കിൽ വിമത ശല്യം വളരെ കുറവാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ UDFനെ സംബന്ധിച്ചിടത്തോളം എന്ന് UDF പറയുന്നു. കൂടാതെ LDFലെ ചില പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും G. അടക്കം പുലർത്തിയിട്ടുള്ള ചില പിണക്കങ്ങൾ, അതൊക്കെ LDFന്റെ സാധ്യത ഒരുപക്ഷെ ബാധിച്ചേക്കാമെന്നാണ് UDF കണക്കുകൂട്ടുന്നത്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അത്തരം വെച്ചുകൊണ്ട് ഈ ദിവസത്തെ രാത്രിയും നാളത്തെ ഒരു പകലും കഴിയുമ്പോൾ എന്തായാലും ജനം ചിന്തിക്കും ആരുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കൊടുക്കണം എന്നുള്ള കാര്യം.